ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുഴിപ്പുറം സ്വദേശി പെരുങ്കടക്കാട്ട് ബഷീർ സാഹിബിൻ്റെ മകൾ ഹനീനയും രണ്ടത്താണി കാലേടി അബ്ദുൽ മജീദ് സാഹിബിൻ്റെ മകൻ മുഹമ്മദ് നുസ്ഹാനും തമ്മിലുള്ള വിവാഹ കർമ്മത്തിൽ സാക്ഷികളായി തീരാനും നവവധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കാനുമാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പുതിയ കാലത്ത് പുതിയ ചില അനുഭവങ്ങളാണ് വിവാഹത്തിൻ്റെ വിഷയത്തിൽ രക്ഷിതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറ വിവാഹത്തിൻ്റെ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇന്ന് വിവാഹത്തെക്കുറിച്ച് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും കല്യാണം വേണ്ടെന്നാണ്. ഇത് യാദൃശ്ചികമായി നമ്മുടെ പെൺകുട്ടികൾ പറയുന്നതല്ല. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇന്ന് ലോകം മുഴുവൻ സ്ക്രീനിൻ്റെ മുമ്പിലാണ്. 24 മണിക്കൂറും മൊബൈൽ സ്ക്രീനിൻ്റെ മുമ്പിലാണ് എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ക്രീൻ എന്താണോ സംസാരിക്കുന്നത് അതാണ് നമ്മുടെ മതം. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിലെ ലിബറൽ കൾച്ചറുള്ള മതനിരാസ കാഴ്ചപ്പാടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരികയും സമൂഹത്തിലെ ഏറ്റവും സെലിബ്രിറ്റികളെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പറയുന്നു, അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു കല്യാണമൊക്കെ എന്തിനാണ്. ഇപ്പം കേരളത്തിലെ അറിയപ്പെട്ടൊരു സംവിധായകൻ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, വിവാഹമെന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ടൊരു സമ്പ്രദായമാണ്. സമൂഹത്തിലെ ഏറ്റവും മോശം സംവിധാനമാണ് വിവാഹമെന്ന് പറയുന്നത്. അപ്പം ആളുകൾ ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഇത് വന്നപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളത് പറയാൻ കാരണം? അതിന് അദ്ദേഹം പറയുന്ന മറുപടി രസകരമായൊരു മറുപടിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോട് പറയും നിങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ വഴിയും ഞാൻ ചെയ്തു തരാം. നല്ലൊരു അഡ്വക്കേറ്റ് നിശ്ചയിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ പഴുതും ഭാര്യ പറഞ്ഞു കൊടുക്കും, കൂടെ നിൽക്കും. എനിക്കൊരു പെണ്ണുമായിട്ട് അവീതമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞാലോ എൻ്റെ ഭാര്യ എൻ്റെ കഴുത്തിൽ പിടിക്കും. അതുകൊണ്ട് അവിഹിതമായ ബന്ധത്തിന് തടസ്സമാണ് കുടുംബ ബന്ധം, വിവാഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം വേണം. സഹോദരങ്ങൾ, ഇവിടെയാണ് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് വിവാഹം? വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ.
അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എന്തിനാണത്? ലിതസ്കുനു ഇലൈഹ, ജീവിതം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സമാധാനപൂർണമായൊരു ജീവിതം നയിക്കാനുമാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല, കുടുംബത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കേണ്ടവനാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുകയുള്ളൂ എന്ന് മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. വിവാഹത്തിൻ്റെ ലക്ഷ്യം സമാധാനമാണെങ്കിൽ ഞങ്ങളിലെ ഭൂരിഭാഗം ആളുകളും വിവാഹിതരാണ്, ഞങ്ങളൊക്കെ വിവാഹിതരാണ്. എന്തുകൊണ്ടാണ് ആ സമാധാനവും സംതൃപ്തിയും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. വിവാഹം വേണ്ട എന്ന് പറയാൻ സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികൾ ഇങ്ങനെ പറയാൻ രണ്ടാമത്തെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ കാണുന്നത് വിവാഹ ജീവിതം കുടുംബജീവിതമായി കാണുന്നത് ബാപ്പാനും ഉമ്മനെയാണ്. ബാപ്പയും ഉമ്മ എന്നും വീട്ടിനുള്ളിൽ തല്ലാണ്, ഭാര്യയും ഭർത്താവ് എന്നും തല്ലാണ്. ഇത് കണ്ടു വളരുന്ന പെൺകുട്ടികൾ പറയാണ്, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഉമ്മച്ചിയെ എനിക്ക് കല്യാണം വേണ്ട, വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്, അൽ അബ്നാഉ സിർറു അബീഹിം, മാതാപിതാക്കളുടെ രഹസ്യമാണ് അവരുടെ മക്കൾ എന്ന് പറയുന്നത്. അവര് നമ്മളിൽ നിന്ന് നല്ലതേ കാണാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിവാഹത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിലേക്കുള്ള മാർഗവും പരിശുദ്ധമായിരിക്കണം. അതിലേറ്റവും പ്രധാനം പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് പോലും ആരെ വിവാഹം ചെയ്യണമെന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത് മുഹ്സനാത്തിൻ, പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. രണ്ട്, ഖുർആൻ പറയുന്നത് ഗൈറ മുസാഫിഹത്തിൻ, പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത്. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും തൊട്ടിയുരുമ്മി പഠിച്ചാലേ പഠനം പാൽപായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ പെൺകുട്ടികളുടെ കഥ എന്താ? ചുണ്ട് ചുവപ്പിക്കാതെ, മുഖത്ത് ഐഷാഡും ഐലൈനറും ചേക്കാതെ നമ്മുടെ പെൺകുട്ടികൾ പുറത്തിറങ്ങും. ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം ധരിച്ചിറങ്ങുന്ന പെണ്ണിനെ കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കുല്ലു അയ്യിനും സാനിയ, ആളുകളെ കാണിക്കാൻ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വേഷം ധരിച്ചിറങ്ങുന്ന പെണ്ണ് വ്യഭിചാരിണിയായ പെണ്ണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്തരം പെണ്ണ് മലീമസമായ മനസ്സിൻ്റെ ഉടമയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഗൈറ മുസാഫിഹത്തിൻ, പരസ്യമായി വ്യഭിചാരത്തിന് ഇറങ്ങുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത്. മൂന്നാമത് ഖുർആൻ പറഞ്ഞെന്തറിയോ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലകപ്പെടുന്ന ഒരു വിഷയമാണ് വലമുത്തഖിദാത്തി യഖ്ദാൻ, രഹസ്യമായ കൂട്ടുകാരിയെ സ്വീകരിച്ചവളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. പ്രേമമെന്ന് പേരിട്ടാലും പ്രണയമെന്ന് പേരിട്ടാലും അങ്ങനത്തെ ഒരു കല്യാണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് സമാധാനപൂർണമായ ജീവിതത്തിന് തടസ്സമാണ്, സംതൃപ്തകരമായ ജീവിതത്തിന് തടസ്സമാണ്, ആനന്ദദായകമായ ജീവിതത്തിന് അത് തടസ്സമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം അവരുടെ മനസ്സ് മലീമസമായ മനസ്സിൻ്റെ ഉടമകളാണ്. അവർ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം വളരെ ഗൗരവകരമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടുപേരോടും വിവാഹ ജീവിതം നയിക്കുന്നവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, വിവാഹം എന്ന് പറയുന്നത് അഭിനയമല്ല, പച്ചയായ ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായി രണ്ടുപേരും തിരിച്ചറിയേണ്ടത്, ഞാൻ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് എൻ്റെ റബ്ബ് എൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയതാണ്. ഏത്? പ്രിയപ്പെട്ട നുഷാൻ എന്ന് പറയുന്ന നമ്മുടെ പ്രബോധകൻ, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രബോധകനാണ്, ദീന് പഠിച്ചൊരു വ്യക്തിയാണ്, നല്ല തറവാട്ടിൽ പറഞ്ഞൊരു കുട്ടിയാണ്. ആ നുസാനെ സംബന്ധിച്ചിടത്തോളം, നുസാനെ ഒതുക്കുമേലുള്ള ബഹുമാന്യനായ ബഷീർ സാഹിബിൻ്റെ മകളെയാണ് കല്യാണം കഴിക്കാന്ന് 50,000 കൊല്ലം മുമ്പ് പടച്ചോന്റെ രേഖയിൽ രേഖപ്പെടുത്തിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ പറയുക, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് മനസ്സിലാക്കേണ്ടത് പടച്ചോൻ തീരുമാനിച്ചതാണ് ഞങ്ങൾ രണ്ടാളും ചേർന്നു എന്നുള്ളത്. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിനോട് ഉമ്മ പറയുന്നത് അറിയോ, വാപ്പാനോട് ഉമ്മ പറയുന്നത് അറിയോ, നിങ്ങൾ ശരിക്കും നോക്കിയിട്ടാണ് ഈ കല്യാണത്തിൽ ഇങ്ങനൊക്കെ പ്രശ്നം ഉണ്ടായതെന്ന് പറയും.
ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തത് എന്താണ്? ഖദറിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള സമീപനമാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന കാര്യം ഗൗരവതരമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരോട് രണ്ടുപേരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് പടച്ചോൻ കണക്കാക്കിയതാണെന്നുള്ള കൃത്യമായ ബോധ്യമാണ്. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും. രണ്ട്, ഖുർആൻ പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ചിന്ത പരലോകത്തെക്കുറിച്ചുള്ള, മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കൃത്യമായ അറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം, വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഒരാളുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് പരലോകമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത് പടച്ചോൻ അവർക്ക് കൊടുക്കുന്നതാണ്. അവരങ്ങോട്ട് പോകണ്ട, പടച്ചോൻ അവർക്ക് കൊടുക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കിട്ടണമെന്നാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് പടച്ചോൻ നിങ്ങൾക്ക് തരൂ. അതിലും വലിയൊരു വാഗ്ദാനം വേറെ ഏതാ ഉള്ളത് പ്രിയപ്പെട്ടവരെ? ഇനി പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു പെണ്ണ്, ഒരു പ്രിയപ്പെട്ട സഹോദരി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാലുള്ള ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, എൻ്റെ ഭർത്താവ് ആരാണെന്ന് അവൾ തിരിച്ചറിയണം. എൻ്റെ ഭർത്താവ് എൻ്റെ സ്വർഗമാണ്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ദീന് പഠിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി കടന്നു വന്നു. ദീനൊക്കെ പഠിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഭർത്താവുണ്ടോ? അവർ പറഞ്ഞു, നബിയുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അവർ പറയുന്നു, ലാലു, ജീവിതത്തിൽ ഇന്നുവരെ അവർക്കൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. അവരെ സ്നേഹിച്ചു, അവരെ ആദരിച്ചു, അവരെ ബഹുമാനിച്ചു, അവർക്ക് വഴിപ്പെട്ടു, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞ മറുപടി എന്താറിയോ? വഅലമി, ഏ സഹോദരി, നീ പഠിച്ചു വെക്കുക, അന്നഹു ഹുവ ജന്നതുകി വനാറുകി, അവനാണ് നിന്റെ സ്വർഗം, അവനാണ് നിന്റെ നരകം. പ്രിയപ്പെട്ട ഭർത്താവ് സ്വർഗമാണെന്ന തിരിച്ചറിവാണ് ഒരു പെണ്ണിൻ്റെ മനസ്സിലുണ്ടാകേണ്ടത്. രണ്ട്, ഏറ്റവും പ്രധാനമാണ് ഭർത്താവിനെ അനുസരിക്കുക എന്നത്. അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ശാരീരികമായ സംതൃപ്തിയാണ്. മാനസികമായി തൻ്റെ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശാരീരികമായും ഒരു പെണ്ണിന് തൻ്റെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. വിവാഹ ജീവിതത്തിലെ ഏറ്റവും അവിഭാജ്യ ഘടകമെന്ന് പറയുന്നത് ശാരീരികമായ ബന്ധമാണ്. ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുമായി വരുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അതിലെ മിക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അത് വളരെ പ്രധാനമാണ്. അത് 24 മണിക്കൂറും ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുണ്ട്, വെള്ളം കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ലോകത്തുണ്ട്. പക്ഷേ ശാരീരികമായ സംതൃപ്തി അത് ഭാര്യൻ്റെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. കേരളത്തിലെ പുതിയ കണക്കുകൾ പറയുന്നത് അഭിസാരി പെണ്ണിന്റെ വാതിൽ മുട്ടുന്നവരുടെ കണക്കുകൾ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട സഹോദരിമാർ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഒരു പെണ്ണിൽ നിന്ന്, ഒരു പെണ്ണ് ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ലവ്, സ്നേഹമാണ്, കെയറിങ്, അതേപോലെ തന്നെ ഷെയറിങ്. ഇത് 3ആണ് ഒരു പെണ്ണ് ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പല ഭർത്താക്കന്മാരും പറയുന്നറിയോ, എനിക്ക് എൻ്റെ ഭാര്യനോട് സ്നേഹം ഉണ്ടാവാതിരിക്കുമോ? എനിക്കുണ്ടല്ലോ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. എടോ, സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ലോകത്ത് ഏറ്റവും നല്ല ഭർത്താവാര മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നു എടുത്തിട്ട് പള്ളിയിൽ പോകുമ്പോൾ വഴിയിൽ കണ്ട പ്രിയപ്പെട്ട ഭാര്യയെ ചുംബിക്കുന്നു. അത്ര മനോഹരമാണ് ജീവിതം. ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാൻ, നിങ്ങൾ മുന്നിലേക്ക് നടക്കൂ, മുന്നിലേക്ക് നടക്കൂ, ഞാനും ആയിഷയും പിന്നിൽ വരാം. അവര് മുന്നിൽ നടന്നു. ആയിഷ ബി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒന്നിച്ച് നടന്ന് അവർ ഓട്ട മത്സരം നടത്തുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള അവസരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ചു കൊടുക്കുന്ന ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിലാണ്. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അവരനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് അത് ഇറക്കി വെക്കാനുള്ള ഒരിടമാണ് പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഭാര്യമാര് പറയുന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്നറിയോ, ഭർത്താവ് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരിക. ഇങ്ങനെ വിളിച്ചിട്ട് കയറാം.
എന്നിട്ട് ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുക ഇതിൻ്റെ മുകളിലാണ്. പിന്നെ ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഇതാണ് സ്ക്രീനിൻ്റെ മുന്നിലാണ് 24 മണിക്കൂർ. ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. ഇവിടെ നോക്ക്, ഒരു പെൺകുട്ടീനെ ഒരു വാപ്പ കെട്ടിച്ചു കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? 10-20 കൊല്ലം പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ഒരു പുതിയാപ്പണൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടീനെ ഒരു വാപ്പ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ ചങ്ക് പറിച്ചിട്ടാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പെൺകുട്ടികളുള്ള വാപ്പാർക്കറിയാം വല്ലാത്ത വേദനയാണ്. പടച്ചോനെ ജീവിതം എന്താകും എൻ്റെ മോളെ? അവിടെ അമ്മായിമ്മ മരുവോട് തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമോ? ഇങ്ങനത്തെ വലിയ ആധിയിലാണ് ഒരു പെൺകുട്ടീനെ കെട്ടിച്ചയക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. തന്നെ പ്രിയപ്പെട്ട ഭാര്യയെ സ്നേഹിക്കാനും ആദരിക്കാനും അർഹിക്കുന്ന പരിഗണന കൊടുക്കാനും സാധിക്കേണ്ടതുണ്ട്. പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞെന്നറിയോ, അദ്ദേഹം ഒരു അറിയപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യയുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്നറിയോ, അവർ പറഞ്ഞൊരു വാക്കെന്നറിയോ, എൻ്റെ ഭർത്താവിന് എല്ലാ സംവിധാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരൊറ്റ കാര്യം, എവിടെ എനിക്ക് രോഗം വന്നാൽ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പൈസ മുപ്പര കയ്യിലുണ്ട്, ഡ്രൈവറുണ്ട്, വണ്ടിയുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. എന്നിട്ട് അവർ പറയാണ് എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇത്ര സംവിധാനം ഉണ്ടിട്ട് ഇത്ര സൗകര്യം ഉണ്ടിട്ട് എന്താ നിങ്ങൾ അയാളുടെ കൂടെ ജീവിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്തറിയോ, എനിക്കതൊന്നുമല്ല വേണ്ടത്. എനിക്കൊരു പനി വന്നാൽ എൻ്റെ അടുത്തിരുന്നിട്ട് എൻ്റെ തലയെടുത്തൊന്ന് മടിയിൽ വെച്ചിട്ട്, ഫാത്തിമ നിനക്ക് എന്താണ് പറ്റിയത്? നിൻ്റെ മുഖം വല്ലാതായിട്ടുണ്ടല്ലോ, സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. ഇങ്ങനെ ഒരു സ്കഫോൾഡിങ്, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാണ് ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നെ മനുഷ്യന്മാർ 3 ടൈപ്പിലാണ്. ഒന്ന്, ചില ആളുകൾ ഓഡിറ്ററി ആയിരിക്കും. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. വേറെ ചില ആൾക്കാർ വിഷ്വലി ആയിരിക്കും, കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. വേറെ ചില ആളുകൾ കെനസ്തെറ്റിക് ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. ഭർത്താവ് എന്ന് പറയുന്നത് ഒരു കെനസ്തെറ്റിക് ആണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ സലാം പറഞ്ഞ് ഭർത്താവിനൊന്ന് കെട്ടിപ്പിടിച്ചാൽ, ഭാര്യ അങ്ങനെയാണെങ്കിൽ ഭാര്യനൊന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്താൽ അത് മതി. ദിവസങ്ങളോളം അവർ നിങ്ങളുമായുള്ള സ്നേഹബന്ധം നിലനിർത്താൻ. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട 2 പേരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വിവാഹ ജീവിതം നയിക്കുന്നവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതൊരു കാര്യവും ഏറ്റവും ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹ ജീവിതം ആരംഭിക്കേണ്ടത് അങ്ങനെയാണ്. 2 പേര് 2 റക്അത്ത് നിസ്കരിച്ച് ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ജീവിതം ആരംഭിക്കേണ്ടത്. വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നിക്കാഹിന് ശേഷം നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവർ 2 പേർക്കും ആശംസകൾ അർപ്പിക്കേണ്ടതുണ്ട്. ആ ആശംസകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയായിട്ടാണ് പഠിപ്പിച്ചത്. ബാറകല്ലാഹു ലക് വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങൾ ആമീൻ പറയല്ല. ഇവിടെ 100 ആളുണ്ടെങ്കിൽ 500 ആളുണ്ടെങ്കിൽ 500 ആളും മനസ്സുരുകി എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കല്യാണമാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്, പടച്ചോനെ ഏറ്റവും ഖൈറും ബർക്കത്തും കൊടുക്കുന്ന ഒരു കല്യാണമാക്കണേ, മരണം വരെ മവദ്ദത്തും റഹ്മത്തും സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കുടുംബമാക്കണേ എന്നുള്ള പ്രാർത്ഥന ഇവർക്ക് വേണ്ടി നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്തും റഹ്മത്തും നിലനിൽക്കുന്ന ഒരു കുടുംബമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ ഒരു ബന്ധം ഇരു കുടുംബങ്ങൾക്കും അവരുടെ ബന്ധങ്ങളെ ദൃഢീകരിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. എൻ്റെ മകൾ ഹനീന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ച് ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
തങ്ങളുടെ മകൾ ഹനീന എന്ന് പറയും ഈ സ്വർണ്ണാഭരണം മഹർ സ്വീകരിച്ച് വിവാഹം ചെയ്തത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. عليك وجمع بينكما في خير. بارك الله لك بارك عليك وجمع بينكما في خير. بارك الله لك بارك عليك وجمع بينكما في خير.